എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സൂപ്പർവായിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നൈറ്റ് ബ്രൈറ്റനിങ് ക്രീം ആട്ടോ. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവുക, നല്ല ഗ്ലോ ആവുക, അതിലുപരി നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ഫേസിലത്തെ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും, പിന്നെ ഫ്രക്കിൾസ്, ഡാർക്ക് സ്പോട്ട് ഒക്കെ കുറയ്ക്കാനും, നമ്മുടെ ഫേസിലത്തെ പിമ്പിൾ മാർക്സ് ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാനും പതുക്കെ തന്നെ അത് റിമൂവ് ആവാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രൈറ്റനിങ് ക്രീമാണ്. നൈറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബ്രൈറ്റനിങ് ക്രീം ആട്ടോ നമ്മളിന്ന് കാണുന്നത്. വളരെ എഫക്റ്റീവാണ്. ഈ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത്, അതായത് ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ബ്രൈറ്റനിങ് ക്രീം ഇങ്ങനെ ഉപയോഗിക്കുന്നത്, ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല സൂപ്പർബായിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര ഞാനും കുറച്ച് എക്സൈറ്റഡ് ആണ് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട്. കാരണം സൂപ്പർ ഇഫക്റ്റീവാണ്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് തീരെ ഉപയോഗിക്കാനൊന്നും ബ്രൈറ്റനിങ് ക്രീമൊന്നും താല്പര്യമില്ലാത്തവർക്ക് വളരെ ഇഫക്റ്റീവാണ്. നമ്മളൊരു 2 ആഴ്ചക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലത്തെ ആ ഒരു ഗ്ലോ, അതുപോലെ തന്നെ സ്കിന്നിലത്തെ ആ ഒരു ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്രീം ആട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ പറഞ്ഞിങ്ങനെ എക്സൈറ്റ്മെന്റ് കൂട്ടണില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ക്രീം നമുക്ക് റെഡിയാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലുള്ള ഒരു പാത്രം എടുക്കുക. അടി കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കും കേട്ടോ. അതിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ട. 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല വൃത്തിയുള്ള പാത്രവും അതേപോലെ നല്ല വൃത്തിയുള്ള വെള്ളം എടുക്കുക. പിന്നെ വൃത്തിയുള്ള വെള്ളം മീൻസ് കരടൊന്നും ഇല്ലാണ്ട് ക്രീം ഉണ്ടാക്കുന്നതല്ല, അപ്പോൾ കേടാവാണ്ടിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ്, അതായത് ചണവിത്ത്. അത് നമുക്ക് ഏകദേശം 1/2 ഗ്ലാസ്സാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ്. 1/2 ഗ്ലാസ്സാണ് അതിൻ്റെ ഒരു അളവ്. പിന്നെ നമുക്ക് വേണ്ടത് 2 ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് രക്തചന്ദനം പ്ലസ് നമുക്ക് വരട്ടുമഞ്ഞളാണ്. മഞ്ഞൾ അലർജി ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. വരട്ടുമഞ്ഞളുടെ സത്താണ് ഇതിൽ ചേരുക. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അലർജി ഉണ്ടെങ്കിൽ വേണ്ട കേട്ടോ. അത് ഏകദേശം 2 പീസ് മഞ്ഞൾ എടുത്തിട്ട് ഉണക്കിയ മഞ്ഞളാണ് ഈ വരട്ടുമഞ്ഞൾ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും. അത് നമ്മൾ കുനുകുനാന്ന് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഏകദേശം നമ്മുടെ വിരലിൻ്റെ നീളമുള്ള ഒരു കഷ്ണം രക്തചന്ദനം നമ്മളിങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇത് അടുപ്പത്തേക്ക് വെക്കാം. തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റണം കേട്ടോ. അപ്പോൾ ആദ്യം തിളയ്ക്കുന്ന വരെ തീ കൂട്ടി വെച്ചിട്ട് തള തുടങ്ങുമ്പോൾ തീ കുറച്ച് വെക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറുന്നതും രക്തചന്ദനവും മഞ്ഞളൊക്കെ കൂടി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും തിളക്കട്ടെ. കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ടീനേജേഴ്സിന് പറ്റുമോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ബ്രൈറ്റനിങ് ക്രീം ഉപയോഗിക്കണത് നമുക്ക് ടീനേജേഴ്സ് മുതൽ ഉപയോഗിക്കാം. പിന്നെ ഇത് അങ്ങനെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. ചിലർ ചോദിക്കാറുണ്ട് ടീനേജേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ടീനേജേഴ്സ് പോയിട്ട് ഭയങ്കര എന്താ പറയുക ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽസ് ചേർന്നിട്ടുള്ള ലൈറ്റനിങ് ക്രീമൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കണം, ഞങ്ങൾക്ക് ഭയങ്കര കുരുവാണ്, പാടാണ്, അതൊന്ന് മാറി സ്കിന്നൊന്ന് ക്ലിയർ ആവണം, അങ്ങനെയും കൂടിയിട്ട് ഈ ഒരു ക്രീമിന് ഉപയോഗമുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പ്രശ്നമാണ് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ക്രീം ഉപയോഗിക്കാം. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് അതിന് മുകളിലേക്ക് ജെൻസിന് നമുക്കിതിൽ ചെറുതായിട്ട് മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ജെൻസിന് ഉപയോഗിക്കാം. പിന്നെ വന്നിട്ട് ഇത് ഏറ്റവും ഇഫക്റ്റീവ് ആവുന്നത് നമുക്ക് ആൻറ്റി ഏജിങ്ങിനും കൂടിയാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലർക്കുള്ള റിങ്കിൾസിൻ്റെ പ്രശ്നം, അതേപോലെ ഫൈൻ ലൈൻസ്, പിന്നെ നമ്മുടെ ആ ഒരു ഫേസിലത്തെ ഫ്രക്കിൾസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, പിന്നെ സ്കിന്നാകെ ലൂസായ മാതിരി ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്രീം കുറച്ച് സമയം ഉണ്ട് റെഡിയാക്കി വരാനായിട്ട്. അത് ഒരു പ്രാവശ്യം റെഡിയാക്കി അത്യാവശ്യം നമുക്ക് ഉണ്ടാവും. വലിയ പണി കുറച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വലിയ പണിയില്ല. ഓക്കെ, നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് നിന്ന് എടുത്തു. വെള്ളം വറ്റി ചെറിയ ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടാറുമ്പോൾ നമുക്ക് ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അതായത് ശരിക്കും ഒരു ജെല്ല് മാതിരി വരും കേട്ടോ, വിട്ടിട്ട്. അങ്ങനെ വേണം, വെള്ളം അധികം പാടില്ല കേട്ടോ. അപ്പം ഞാനിവിടെ ഇത് അരിച്ചെടുക്കാൻ വേണ്ടി അമ്മൂട്ടിയുടെ പഴയ ഉടുപ്പില്ലേ, നല്ല അടിയിൽ കുറേ ലെയറൊക്കെ ആയിട്ടുള്ള ഉടുപ്പുകൾ, അതിൻ്റെ അടിയിൽ പഴയ ഉടുപ്പ് ഇങ്ങനെ ഫിറ്റായിട്ട് ടൈറ്റായിട്ടൊക്കെ നമുക്ക് കയറാണ്ടിരിക്കുന്ന ഉടുപ്പുകളില്ലേ, അതിൻ്റെ അടിയിൽ നിന്ന് ആ ഒരു ഭാഗമല്ലേ എൻ്റെ ഒരു ലെയർ കട്ട് ചെയ്തെടുത്തത്. അപ്പം നല്ലൊരു തുണിയാണ് ഇതിൻ്റെ അടിയിലുള്ളത്. നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് അരിച്ച് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ജെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു തുണി വിരിച്ചിട്ട് അതിലേക്ക് നിങ്ങൾക്ക് നല്ല ഏത് തുണി വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുറച്ച് വൃത്തിയുള്ള തുണി. അത് അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് അങ്ങനെ ഒരു തുണി ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ചെയ്യാം. മക്കളുടെ പഴുടുപ്പൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. അതിൻ്റെ അടിയിലത്തെ നല്ല വൃത്തിയുള്ളതൊക്കെ ആണെങ്കിൽ അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് കുറേശ്ശെ വേണം നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പിഴിയുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം ഈ രക്തചന്ദനത്തിൻ്റെ പീസ് കൈമ കുത്തരുത് കേട്ടോ. അത് ശ്രദ്ധിച്ചിട്ട് വേണേ. എന്താ വെച്ചാൽ നമ്മൾ അമർത്തുമ്പോൾ കൈമ ചിലപ്പോൾ കുത്തും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു മിക്സിൻ്റെ കളറ്
നമുക്ക് കിട്ടുക ഈ ഒരു ജെല്ല്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. കുറച്ച് പാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രീം റെഡിയാക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ട് വേണം ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട്. കൈകൊണ്ട് ഇങ്ങനെ വേറെ നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് കിട്ടും നമ്മുടെ മിക്സ്. എല്ലാതും നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ രക്തചന്ദനം ചിലർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആര്യവേപ്പിൻ്റെ തൊലി എടുക്കാം കേട്ടോ. അതും ഭയങ്കര ഇഫക്റ്റീവാണ്. അതും നമുക്ക് ക്രീം റെഡിയാക്കാവുന്നതാണ് അതും വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഞാൻ എല്ലാ മിക്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കിട്ടുക. ഇത് നമ്മൾ ഫേസിലിടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ആകെ ഇങ്ങനെ വലിഞ്ഞു മുറുകി ഇങ്ങനെ ഭയങ്കര ടൈറ്റായ മാതിരി ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കാനായിട്ട്, കാരണം നമുക്ക് ചെറിയൊരു അസ്വസ്ഥത മാതിരി തോന്നും. ഇങ്ങനെ സ്കിന്നിങ്ങനെ അലോവേര പുരട്ടിയ മാതിരി ഉണ്ടാവില്ല. നമ്മൾ ഈ റൈസിൻ്റെ പാക്കൊക്കെ ഇടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടൈറ്റ് ആവില്ല, ചുളിവ് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ടൈറ്റ്നെസ്, സ്കിന്നിങ്ങനെ ടൈറ്റായ മാതിരി ഫീൽ ചെയ്യും. അവർ രാത്രി ഫുള്ള് വെക്കണതല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനൊന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്പൂൺ അലോവേര ജെല്ല് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ ക്രീം ഉപയോഗിക്കാം, അലോവേര ജെല്ലും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അത് വേണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് രണ്ടും നിങ്ങൾക്ക് അലർജിയാണ്, നിങ്ങളുടെ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ക്രീമായിട്ട് ഉപയോഗിക്കാം. അല്ല നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് മാതിരി ചെയ്യുകയാണെങ്കിൽ ക്രീം കുറച്ചും കൂടി ഒന്ന് മയാവും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ നമ്മൾ ഇടുമ്പോഴേ നമുക്കൊരു ചെറിയൊരു അസ്വസ്ഥത മാതിരി ഫീൽ ചെയ്യുക. അത്രേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇതിനൊന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആൽമണ്ട് ഓയിൽ, അതായത് ബദാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മതി കേട്ടോ. അപ്പോൾ അത് അലർജി ഉള്ളവർക്ക് ഒഴിക്കണ്ട. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് അങ്ങനെ ഏതെങ്കിലും ടീ ട്രീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ സ്യൂട്ടാണെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇതിനൊന്ന് മയപ്പെടുത്തുക. അതായത് ആ ഒരു നമ്മൾ ഫേസിൽ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് മയാവണം. കുറച്ച് ഇതൊന്ന് ഫേസിലിടുമ്പോൾ നമുക്ക് കുറച്ചൊരു ടൈറ്റായ മാതിരി ഫീൽ ചെയ്യും. അതിനൊന്ന് മയാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, നമുക്ക് അലർജിയാണ് കാര്യങ്ങളാണെങ്കിൽ നിങ്ങളിത് ഇടേ വേണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഈ ഒരു പൾപ്പ് എടുത്ത മാതിരി തന്നെ, അതായത് ആ മിക്സ് എടുത്ത മാതിരി തന്നെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒന്ന് മയമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രം കഴുകി തുടച്ച് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈർപ്പൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. കാരണം ഇന്നലെ കളഞ്ഞ് വെച്ചു. കാരണം അത് നമുക്കിപ്പോൾ ഏകദേശം ഒരു 1 മന്തൊക്കെ ഈ ക്രീം ഇരിക്കും. ഫ്രിഡ്ജിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. അതൊരു കാര്യമാണ്. കാരണം നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കേടാവും, പുറത്ത് വെക്കാൻ പറ്റില്ല. സോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെള്ളമില്ലാണ്ട് നല്ല ഉണങ്ങിയ പാത്രത്തിൽ വെച്ചാൽ തന്നെയാണ് കുറച്ച് നാൾ ഇരിക്കുള്ളൂ. സൂപ്പർബാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവും. അതാണ് മെയിനായിട്ട്. പിന്നെ നമ്മുടെ സ്കിന്ന് നാച്ചുറലി ബ്രൈറ്റനിങ്ങും ടാൻ റിമൂവിങ്ങും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുക തന്നെ വേണം. കാരണം നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് റെഡിയാക്കുന്നതല്ല. അപ്പോൾ ഒരു അംശം പോലും കളയാണ്ട് സൂക്ഷിച്ച്, ഞാൻ അതുകൊണ്ട് തന്നെ കൈ കൊണ്ടായാലും നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങനെ എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് എമൗണ്ട് മതി. നമുക്ക് വളരെ കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ രാത്രി അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്യുന്ന രീതിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ക്രീം ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മളിതാ ഇതുപോലെ ഒരു ചെറിയ ബൗളിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുക. നമ്മൾ ഡെയിലി എടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കാതിരിക്കുമ്പോഴാണ് ഇരുന്ന് കേടാവുക. ഡെയിലി എടുത്തു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രീം റെഡിയാക്കണ കണ്ടു. നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള കളറും അതേപോലെ നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അട്രാക്റ്റീവായിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ഗ്ലേസിങ്ങും ഒക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ആൽമണ്ട് ഓയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ രാത്രിയാണ്, ഏറ്റവും നല്ലത് രാത്രിയാണ്. കാരണം രാത്രി നമ്മൾ കെടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ വെച്ചിട്ട് കെടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഫേസ് പെട്ടെന്ന് ക്ലിയർ ആവാനും അതേപോലെ ആ പാടും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റനിങ് ഒക്കെ നന്നായിട്ട് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രാത്രി നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ലൊരു സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കും, ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് രാത്രിയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ 2 നേരം ഉപയോഗിക്കണോ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. നല്ല അഴുക്കൊക്കെ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസ് തന്നെ ചെയ്യുക. മിസലർ വാട്ടർ വെച്ചിട്ട് ആദ്യം ഒന്ന് വൈപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ എന്താ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് സ്കിൻ നന്നായിട്ട് പൗഡറോ അല്ലെങ്കിൽ ഫേസ് വാഷോ എന്ത് വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ടോണറോ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. വളരെ കുറച്ചേ നമുക്ക് ആവശ്യമുള്ളൂ. കാരണം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലൊരു ചെറിയൊരു ഇങ്ങനെ ഒട്ടുന്ന മാതിരി ഉണ്ടാവും. അതായത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ അലോവേരയേക്കാളും കുറച്ചും കൂടി ഒരു ഒട്ടുന്ന മാതിരി ഫീൽ ചെയ്യും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇത് കൂടുതലല്ല, അത് കാരണം
എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഭാഗത്ത് ഇടുന്നത് വേറെ ഒന്നല്ല, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ, വേറെ ഒന്നല്ല. നന്നായിട്ട് മസാജ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഒട്ടുന്ന മാതിരിയുള്ളത് ഉണങ്ങും കേട്ടോ. അപ്പം നമ്മളിതിൽ ആൽമണ്ട് ഓയിൽ ചേർത്തതും അലോവേര ചേർത്തതും ഈ ഒരു ചിലർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒന്ന് വലിഞ്ഞ മാതിരി ഉണ്ടാവും. അപ്പോൾ ഒന്നും ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി സ്കിന്ന് വലിഞ്ഞ മാതിരി ഫീൽ ചെയ്യും. നമുക്ക് ചില കാര്യങ്ങൾ ഇടുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ മാതിരി ഉണ്ടല്ലോ, റൈസ് പാക്ക് ഒക്കെ ഇടുമ്പോൾ അങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന മാതിരി ഫീൽ ചെയ്യില്ല. അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് അലോവേര ചേർക്കാം, പ്ലസ് നമുക്ക് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ വിറ്റമിൻ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടാണ് അങ്ങനെ ഒരു അര ഡ്രോപ്പ് അല്ല, അര സ്പൂൺ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ബ്ലെൻഡായി കിട്ടും കേട്ടോ. കണ്ടോ അതെങ്ങനെയാണ് വരിക. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങനെ ഈ ഭാഗത്ത് കുറച്ച് ഗ്ലോ ഒരു ഇത് കൂടുതലുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഡെയിലി നമുക്ക് ഉപയോഗിക്കാം. ഇതാ, അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഇഫക്റ്റീവാണ്. പിന്നെ അങ്ങനെ മഞ്ഞളുടെ കളറോ മഞ്ഞളുടെ എക്സ്ട്രാക്റ്റ് ആണ് അതിൽ ചേരുക, അതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സത്ത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കളർ വരുന്നതിൻ്റെ കാരണം നമ്മുടെ രക്തചന്ദനത്തിൻ്റെയാണ്. അത് പെട്ടെന്ന് കളർ വരും. പിന്നെ പൊടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കേടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പൊടികൾ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം എത്ര നമ്മൾ അരിച്ചാലും ഇത് ഈ ഒരു ജെല്ലിൻ്റെ കൂടെ പൊടി ഇതിലേക്ക് വരും, ക്രീമായിട്ട് വരും. അപ്പോൾ അത് ഇരിക്കുമ്പോൾ അതിലിരുന്ന് പൊടിയാവുമ്പോൾ കേടാവും, പെട്ടെന്ന് കേടാവും. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം, അതൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കണമെങ്കിൽ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചേ പറ്റൂ. കേടാവാൻ ചാൻസ് ഉണ്ട്. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ മഞ്ഞൾ സ്കിപ്പ് ചെയ്യാം അലർജി ഉള്ളവർക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരട്ട് മഞ്ഞളുടെ പാക്ക് ഇട്ടു, എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഇട്ടു ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെൻസ് ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. രക്തചന്ദനം നല്ലതാണ്, അത് ആഡ് ചെയ്യാം. പ്ലസ് രക്തചന്ദനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആര്യവേപ്പിൻ്റെ തൊലി എടുക്കാം, രണ്ടിലേതെങ്കിലും എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണ്, എന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരിക്കും. ഉപയോഗിച്ച് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു 1 മന്ത് കണ്ട് പറഞ്ഞാൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്കിന്നൊക്കെ നല്ല നാച്ചുറലി ഗ്ലോ ആയിട്ട് സ്കിന്നിൻ്റെ ആ ഒരു, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുപോലുള്ള സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.